Good morning, children. Welcome back to our English class. Today we are going to study our third lesson, the mice and the elephants. The mice and the elephants. All of you take page number 17. എന്താണ് മൈസ് മീനിങ്? എലികൾ. എലിഫൻസ് ആനകൾ. എലികളുടെയും കുറച്ച് ആനകളുടെയും കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ടു വാം അപ്പ് ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി നോക്കേ. Unscramble the blue letters to read a famous proverb, then find its meaning. താഴെ കൊടുത്തിരിക്കുന്ന ഒരു പ്രോവർബാണ്. പ്രോവർബ് മീനിങ് എന്താണ്? ഒരു പഴഞ്ചൊല്ല്. ആ പഴഞ്ചൊല്ലിനകത്ത് കുറച്ച് വാക്കുകൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് കിട്ടിയിരിക്കുകയാണ്. അത് എന്താണ് വാക്കെന്ന് നോക്കുക, അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോവർബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. A friend in need is a friend indeed. A friend in need is a friend. ഈ ഫ്രണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അക്ഷരങ്ങൾ മാറ്റി മറിച്ചിട്ടിരിക്കുകയാണ്. A friend in need is a friend indeed. എന്താണ് മീനിങ്? A friend in need is a friend indeed എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് നമ്മളെ ഉപകരിക്കുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്, നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട് മീനിങ് കൂട്ടുകാരൻ അല്ലേ? ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മീനിങ് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ആളാണ് നമ്മുടെ ഫ്രണ്ട്, കൂട്ടുകാരൻ എന്നാണ് മീനിങ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 17. Page number 17. Once upon a time, a strong earthquake ruined a village. Many of the villagers were killed. The others left the village to settle in other places. Finding the place and vacant houses totally devoid of residents, the mice began to live there. The mice found the place very comfortable and grew in numbers after some time. Once upon a time. എന്താണ് മീനിങ്? once upon a time ഒരിടത്തൊരിക്കൽ അല്ലേ? once upon a time ഒരിടത്തൊരിക്കൽ. എ സ്ട്രോങ് എർത്ത് മീനിങ് ഭൂമികുലുക്കം. ruined a village, ഒരു വില്ലേജിനെ അങ്ങ് നശിപ്പിച്ചു. ഒരു വലിയൊരു ഒരു ഭയങ്കര ശക്തമായൊരു ഭൂമികുലുക്കം. എർത്ത് മീനിങ് ഭൂമികുലുക്കം. ഒരു വില്ലേജിനെ അങ്ങ് നശിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ഭൂമികുലുക്കം ഉണ്ടായാൽ അവിടുത്തെ കെട്ടിടങ്ങളും കടകളും മരങ്ങളും എല്ലാം തകരും, എല്ലാം താഴെ വീഴും അല്ലേ? അങ്ങനെ ഭൂമികുലുക്കം ഉണ്ടായി. once upon a time ഒരിടത്തൊരിക്കൽ ഒരു സ്ട്രോങ് ഒരു ശക്തമായൊരു ഭൂമികുലുക്കം. ruined a village. ruin മീനിങ് നശിപ്പിക്കുക, ഒരു വില്ലേജിനെ നശിപ്പിച്ചു. many of the villagers were killed. ഒരുപാട് വില്ലേജേഴ്സ് മരിച്ചുപോയി. many of the villagers were killed. ഒരുപാട് വില്ലേജിലുള്ളവരങ്ങ് മരിച്ചുപോയി. ആ വില്ലേജിലെ മനുഷ്യരെല്ലാവരും മരിച്ചുപോയി. ദ അതേഴ്സ് ലെഫ്റ്റ് ദ വില്ലേജ് ടു സെറ്റിൽ ഇൻ അതർ പ്ലേസസ്. ബാക്കിയുള്ളവർ, മരിക്കാത്ത കുറച്ച് പേരാണെങ്കിൽ ആ വില്ലേജ് വിട്ടിട്ട് മറ്റു സ്ഥലത്ത് പോയി. കാരണം അവിടുത്തെ എല്ലാം തകർന്നടിഞ്ഞ് കിടക്കുകയാണ് അല്ലേ? ദ അതേഴ്സ് ലെഫ്റ്റ് ദ വില്ലേജ് ടു സെറ്റിൽ ഇൻ അതർ പ്ലേസസ്. ബാക്കിയുള്ളവർ മറ്റു സ്ഥലങ്ങൾ തിരക്കി പോയി. Finding the place and vacant houses totally devoid of residents, the mice began to live there. Finding the place and vacant houses, ആ സ്ഥലം കണ്ടിട്ട് വേക്കൻറ്റ് ഹൗസസ്, വീടൊക്കെ കുറച്ച് സ്ഥലം വീടൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്നു അല്ലേ? ടോട്ടലി ഡിവോയിഡ് ഓഫ് റെസിഡൻസ്, അവിടെ താമസക്കാരുമില്ല. ഡിവോയിഡ് ഓഫ് മീനിങ് വിത്തൗട്ട്, ആരുമില്ല. റെസിഡൻസ്, അവിടെ താമസിക്കാൻ ആൾക്കാരൊന്നും ഇല്ലാതെ വീടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ദ മൈസ് ബിഗാൻ ടു ലിവ് ദെയർ. മൈസ്, എലികൾ അവിടെ താമസിക്കാൻ തുടങ്ങി. മൗസ് മീനിങ് എലി, അതിൻ്റെ പ്ലൂറലാണ് മൈസ്, എലികൾ. ബിഗാൺ ചെയ്യുക, തുടങ്ങുക. ബിഗാൺ ടു ലിവ് ദർ, അവിടെ താമസിക്കാൻ തുടങ്ങി. ദ മൈസ് ഫൗണ്ട് ദ പ്ലേസ് വെരി കംഫോർട്ടബിൾ ആൻഡ് ഗ്രൂ ഇൻ നമ്പേഴ്സ് ആഫ്റ്റർ സം ടൈം. ദ മൈസ് ഫൗണ്ട് ദ പ്ലേസ് വെരി കംഫോർട്ടബിൾ. ആ എലികൾക്കാണെങ്കിൽ ആ സ്ഥലം നല്ല സുരക്ഷിതം, നല്ല കംഫോർട്ടബിൾ, നല്ല സുഖപ്രദമായിട്ട് തോന്നി. കാരണം ആര് ശല്യത്തിനില്ല. ആൻഡ് ഗ്രൂ ഇൻ നമ്പേഴ്സ് ആഫ്റ്റർ സം ടൈം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരുപാട്, ഗ്രൂ ഇൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് എലികളായി അല്ലേ? ഒരുപാട് എലികളങ്ങ് ഇഷ്ടം പോലായി. അപ്പോൾ
അവരെല്ലാവരും അവിടെ സന്തോഷത്തോടെ ഇങ്ങനെ താമസിക്കുക. ആരും ശല്യത്തിനില്ല അല്ലേ, മനുഷ്യരാരും ഇല്ല, മറ്റു മൃഗങ്ങളൊന്നുമില്ല, ആരുമില്ല. ഓക്കെ. വൺസ് അപ്പോൺ എ ടൈം എ സ്ട്രോങ് എർത്ത് കോക്ക് റൂയിൻഡ് എ വില്ലേജ്. മെനി ഓഫ് ദ വില്ലേജേഴ്സ് വെർ കിൽഡ്. ഒരുപാട് വില്ലേജേഴ്സ് ആ എർത്ത് കോക്കിലങ്ങ് മരിച്ചുപോയി. ബാക്കിയുള്ളവർ ദ അതേഴ്സ് ലെഫ്റ്റ് ദ വില്ലേജ് ടു സെറ്റിൽ ഇൻ അതർ പ്ലേസസ്. മറ്റാൾക്കാർ വേറെ സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യാനായിട്ട് അങ്ങ് പോയി. ഫൈൻഡിങ് ദ പ്ലേസ് ആൻഡ് വേക്കൻറ്റ് ഹൗസ് ടോട്ടലി ഡിവോയ്ഡ് ഓഫ് റെസിഡൻസ്. ആ സ്ഥലം കണ്ടിട്ട് വേക്കൻറ്റ് ഹൗസസ് എന്ന് വെച്ചാൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടും താമസക്കാരൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവിടെ ആര് താമസത്തിന് വന്നു? ദ മൈസ് ബിഗാൺ ടു ലിവ് ദെയർ. എലികൾ അവിടെ താമസിക്കാൻ തുടങ്ങി. ദ മൈസ് ഫൗണ്ട് ദ പ്ലേസ് വെരി കംഫോർട്ടബിൾ. അപ്പോൾ ഈ എലികൾക്ക് ആ സ്ഥലം നല്ല കംഫോർട്ടബിളായിട്ട് തോന്നി, ആരും ശല്യത്തിലില്ലാത്ത. ആൻഡ് ഗ്രൂ ഇൻ നമ്പേഴ്സ് ആഫ്റ്റർ സം ടൈം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം ഒരുപാട് എണ്ണത്തിൽ അവരും കൂടി അല്ലേ. ദർ വാസ് ആൾസോ എ ബിഗ് ലേക്ക് ലൊക്കേറ്റഡ് നിയർ ദ വില്ലേജ്. A herd of elephants used to visit the lake regularly for drinking water. The elephants traveled through the village to reach the lake. While on their way, they trampled hundreds of mice daily under their heavy feet. This made the mice very sad. Okay. There was also a big lake located near the village. ആ വില്ലേജിനടുത്ത് ഒരു വലിയൊരു തടാകം ഉണ്ടായിരുന്നു അല്ലേ, ഒരു വലിയൊരു ബിഗ് ലേക്ക് മീനിങ് തടാകം, ഒരു തടാകം ഉണ്ടായിരുന്നു. എ ഹേർഡ് ഓഫ് എലിഫൻസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആനകൾ, ഒരു കൂട്ടം. എ ഹേർഡ് ഓഫ് കളക്റ്റീവ് നൗണെന്നാണ് പറയുന്നത്. എ ഹേർഡ് ഓഫ് ഒരു കൂട്ടം എലിഫൻസ് യൂസ്ഡ് ടു വിസിറ്റ് ദറ്റ് റെഗുലർലി ഫോർ ഡ്രിങ്കിങ് വാട്ടർ. അവിടെ എന്നും വിസിറ്റ് ചെയ്യും. ഈ ലേക്കിൽ അവർ പതിവായിട്ടിങ്ങനെ വരാൻ തുടങ്ങി. ഫോർ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കുടിക്കാനായിട്ട് എലിഫൻസ്, ഒരു കൂട്ടം എലിഫൻസ് ഈ ലേക്കിൽ വരാൻ തുടങ്ങി. എലിഫൻസ് ട്രാവൽഡ് ത്രൂ ദ വില്ലേജ് ടു റീച്ച് ദ ലേക്ക്. ഈ എലിഫൻസ് ആണെങ്കിൽ ഇതിലേക്കൂടാണ് വരുന്നത്, ത്രൂ ദ വില്ലേജ് കൂടെ നടന്നു വന്നാണ് ഈ ലേക്കിനടുത്ത് എത്തുന്നത്. ദ എലിഫൻസ് ട്രാവൽഡ് ത്രൂ ദ വില്ലേജ് ടു റീച്ച് ദ ലേക്ക്. ആ ലേക്കിൽ എത്തിച്ചേരാനായിട്ട് എലിഫൻസ് വില്ലേജ് കൂടി ഇങ്ങനെ നടന്നു വരും. വൈൽ ഓൺ ദെയർ വേ ദേ ട്രാംപിൾഡ് ഹൺഡ്രഡ്സ് ഓഫ് മൈസ് ഡെയിലി അണ്ടർ ദെയർ ഹെവി ഫീറ്റ്. ദിസ് മേഡ് ദ മൈസ് വെരി സാഡ്. അപ്പോൾ വൈൽ ഓൺ ദെയർ വേ, അവർ വരുന്ന വഴിക്കാണെങ്കിൽ ആനകളെ നിങ്ങൾക്കറിയാം, അതിൻ്റെ കാലൊക്കെ മുട്ടം കാല അല്ലേ. ദേ ട്രാംപിൾഡ് ഹൺഡ്രഡ്സ് ഓഫ് മൈസ് ഡെയിലി അണ്ടർ ദെയർ ഹെവി ഫീറ്റ്. ഇവിടെയാണെങ്കിൽ എലികളങ്ങ് ഇഷ്ടം പോലായി. ഇപ്പോൾ ഈ വരുന്ന വഴിക്കെല്ലാം എലികൾ കാണും. ഈ വരുന്ന വഴിക്ക് ഒരു ആനക്കൂട്ടമല്ലേ വരുന്നത്. ആ വരുന്ന വഴിക്ക് അവർ നൂറുകണക്കിന് എലികളെ ചവിട്ടി ആനയുടെ ചവിട്ട് കൊണ്ട് അന്നേരം എത്തുപോകും അല്ലേ. ദേ ട്രാംപിൾ ഹൺഡ്രഡ്സ് ഓഫ് മൈസ് ഡെയിലി അണ്ടർ ദെയർ ഹെവി ഫീറ്റ്. അവരുടെ കാൽപാദത്തിനടിയിലിട്ട് നൂറുകണക്കിന് എലികളെ ഇവർ നടന്നു വരുന്ന വഴിക്ക് ചിലപ്പോൾ ആനകൾ അറിയത്തില്ലായിരിക്കാം. ദിസ് മേഡ് ദ മൈസ് വെരി സാഡ്. ഇത് ഈ എലികളെ ഭയങ്കര വിഷമത്തിലാക്കി. ഒരു ദിവസേന ഒരു 100 എലിയെങ്കിലും ഈ പിക്ചർ കണ്ടോ നിങ്ങൾ, ആനക്കൂട്ടത്തിനടിയിൽപ്പെട്ട് എലികൾ ചാവും. അപ്പോൾ അവർക്കത് ഭയങ്കര വിഷമമായി. അവർ ബാക്കി ആരുടെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ താമസിച്ചുകൊണ്ട് വന്നതാണ് അല്ലേ. അപ്പോഴാണ് ഒരു കൂട്ടം ആനകൾ വന്ന് വെള്ളം കുടിക്കാൻ വരുന്നതാണ്. അപ്പോൾ ഇവർ ഈ എലികളെ അവരുടെ കാലിനടിയിൽ നടന്നു പോകുന്ന വഴിക്കാണ് ചവിട്ടും. അങ്ങനെ ഇവരെല്ലാം ചത്തുപോയി. അങ്ങനെ നൂറുകണക്കിന് ദിവസം മരിക്കുന്നത് അല്ലേ. ഓക്കെ. ലേക്ക് മീനിങ് തടാകം, ഹേർഡ് ഓഫ് ഒരു കൂട്ടം, എലിഫൻസ് ആനകൾ. വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക എന്നാണ് മീനിങ്. വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക. റെഗുലർലി എല്ലാ ദിവസവും, റെഗുലറായിട്ട് അല്ലേ. ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ. ട്രാംപിൾഡ് മീനിങ് ചവിട്ടുക. ഹൺഡ്രഡ്സ് ഓഫ് മൈസ് നൂറുകണക്കിന് എലികളെ അവരുടെ ഹെവി ഫീറ്റ്, അവരുടെ ഭാരമുള്ള ഭയങ്കര തടിച്ച കാലുകൾക്ക് അടിയിലിട്ട് ചവിട്ടിപ്പോവും അല്ലേ. ദിസ് മേഡ് ദ മൈസ് വെരി സാഡ്. ഇത് ആ എലികളെ ഭയങ്കര വിഷമത്തിലാക്കി. ഓക്കെ. നെക്സ്റ്റ് പേജ്. The king of mice decided to meet the chief of elephants to request him to change their routes to the lake. The king of mice, എലികളുടെ രാജാവ് എന്ത് തീരുമാനിച്ചു to meet the chief of elephants. ആ എലിഫൻസിൻ്റെ ചീഫിനെ, എലിഫൻ്റെ തലവനെ കാണാൻ തീരുമാനിച്ചു. To request him to change their route to the lake. എന്തിനാണ് കാണുന്നത്? To request ചെയ്യുക, അപേക്ഷിക്കുക. To request him to change their route to the lake. ലേക്കിലേക്കുള്ള റൂട്ട് മാറ്റണമെന്ന് പറയാൻ തീരുമാനിച്ചു. എലിഫൻസിൻ്റെ ചീഫിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു. റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക. ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക.
He said to the chief of elephants, "Your Majesty, we live in this village quietly. Here are no men or cats to be afraid of. But every time your herd crosses the village, thousands of my subjects get trampled under the massive feet of your herd. Kindly change your route. If you do so, we promise to help you in the hour of your need." Okay. He said to the chief of elephants, അദ്ദേഹം ആ എലിഫൻസിന് തലവനെ കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? യുവർ മജസ്റ്റി, അല്ലയോ രാജാവേ, അല്ലയോ രാജാവ്, എന്താ, വി ലിവ് ഇൻ ദ വില്ലേജ് ക്വൈറ്റ്ലി, ഞങ്ങൾ ഈ വില്ലേജിൽ വളരെ ക്വൈറ്റ്ലി മീനിങ് ശാന്തമായി താമസിക്കുകയാണ് അല്ലേ. ഹിയർ ആർ നോ മെൻ ഓർ ക്യാറ്റ്സ് ടു ബി അഫ്രൈഡ് ഓഫ്, ഇവിടെ ഞങ്ങൾക്ക് മനുഷ്യരേ ഇല്ല, പൂച്ചയെ ആരെയും പേടിക്കാനില്ല. ഹിയർ ആർ നോ മെൻ, മനുഷ്യരും ഇല്ല, ക്യാറ്റ്സ്, മാൻ ഒരാൾ അല്ലേ, എൻ്റെ പ്ലൂറലാണ് മെൻ. ക്യാറ്റ്സ് ടു ബി അഫ്രൈഡ് ഓഫ്, ഇവിടെ ഞങ്ങൾക്ക് മനുഷ്യരെയും പേടിക്കേണ്ട, ക്യാറ്റ്സിനെയും പേടിക്കേണ്ട. ബട്ട് എവറി ടൈം യുവർ ഹേർഡ് ക്രോസസ് ദ വില്ലേജ്, തൗസൻഡ്സ് ഓഫ് മൈ സബ്ജക്ട്സ് ഗെറ്റ് ട്രാമ്പിൾഡ് അണ്ടർ ദ മാസീവ് ഫീറ്റ് ഓഫ് യുവർ ഹേർഡ്. പക്ഷേ ഓരോ ദിവസവും അല്ലെ, ഓരോ പ്രാവശ്യവും താങ്കളുടെ ഈ ആനക്കൂട്ടം ക്രോസസ് ദ വില്ലേജ്, ഈ വില്ലേജ് ക്രോസ് ചെയ്ത ലേക്കിലേക്ക് പോകുമ്പോൾ തൗസൻഡ്സ് ഓഫ് മൈ സബ്ജക്ട്സ് ഗെറ്റ് ട്രാമ്പിൾഡ് അണ്ടർ ദ മാസീവ് ഫീറ്റ് ഓഫ് യുവർ ഹേർഡ്. ആയിരക്കണക്കിന് എൻ്റെ മൈ സബ്ജക്ട്സ് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ അല്ലേ, എൻ്റെ കൂട്ടുകാർ ഗെറ്റ് ട്രാമ്പിൾഡ് അണ്ടർ ദ മാസീവ് ഫീറ്റ് ഓഫ് യുവർ ഹേർഡ്. നിങ്ങളുടെ കൂട്ടത്തിൻ്റെ ആ കാലിൽ, മാസീവ് എന്ന് വെച്ചാൽ എന്താണ്, ആ തടിച്ച ഭയങ്കര വെയിറ്റ് ഉള്ളതല്ലേ, ആ ഫീറ്റിനടിയിൽപ്പെട്ട് ആയിരക്കണക്കിന് എൻ്റെ കൂട്ടുകാർ മരിക്കുന്നു. കൈൻഡ്ലി ചേഞ്ച് യുവർ റൂട്ട്, ദയവായി നിങ്ങൾ നിങ്ങളുടെ റൂട്ടൊന്ന് ചേഞ്ച് ചെയ്യണം, വഴി മാറ്റണം. ഇഫ് യു ഡു സോ വി പ്രോമിസ് ടു ഹെൽപ്പ് യു ഇൻ അവർ ഓഫ് യുവർ നീഡ്. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ടു ഹെൽപ്പ് യു ഇൻ ദ അവർ ഓഫ് യുവർ നീഡ്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും, ഈ സഹായം ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ. ഇഫ് യു ഡു സോ, നിങ്ങളങ്ങനെ ചെയ്യും, വി പ്രോമിസ് ചെയ്യുക, ഞങ്ങൾ സത്യം ചെയ്യും, ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ടു ഹെൽപ്പ് യു ഇൻ ദ അവർ ഓഫ് യുവർ നീഡ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അഫ്രൈഡ് മീനിങ് പേടി, തൗസൻഡ്സ് ഓഫ് ആയിരക്കണക്കിന് അല്ലേ. റൂട്ടെന്ന് വെച്ചാൽ എന്താണ്, അവരുടെ ആ പോകുന്ന വഴി. പ്രോമിസ് ചെയ്യുക, സത്യം ചെയ്യുന്നു. ഹിയറിങ് ദിസ് ദ ചീഫ് ഓഫ് എലിഫൻസ് ലാഫ്റ്റ്. ഇത് കേട്ടുകൊണ്ട് ആ എലിഫൻസ് ചിരിച്ചു. ചീഫ് ഓഫ് എലിഫൻറ്റ്, ആ എലിഫൻസിൻ്റെ തലവൻ ചിരിച്ചു. യു റാറ്റ്സ് ആർ സോ ടൈനി ടു ബി ഓഫ് എനി ഹെൽപ്പ് ടു ജെയിൻസ് ലൈക്ക് എസ്, ബട്ട് ഇൻ എനി കേസ് വി വുഡ് ഡു യു ഇൻ ഫേവർ ബൈ ചേഞ്ചിങ് അവർ റൂട്ട് ടു റീച്ച് ദ ലേക്ക് ആൻഡ് മേക്ക് you more safe. The king of mice thanked the chief of elephants. The herd of elephants never entered the village anymore. Okay. Hearing this, ഇത് കേട്ടിട്ട് the chief of elephants laughed. എലിഫൻറ്റിൻ്റെ ചീഫ് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം, you rats are so tiny to be of any help to giants like us. You rats, നിങ്ങൾ എലികൾ, are so tiny, വളരെ ചെറുതാണ്, to be of any help to giants like, ഞങ്ങളെപ്പോലെ ഈ ഭീമാകാരന്മാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എലികൾ വളരെ ചെറുതാണ് അല്ലേ. ബട്ട് ഇൻ എനി കേസ്, പക്ഷേ ഇനി എന്തായാലും, വി വുഡ് ഡു യു എ ഫേവർ ബൈ ചേഞ്ചിങ് അവർ റൂട്ട് ടു റീച്ച് ദ ലേക്ക്, ഞങ്ങൾ നിങ്ങൾക്കൊരു സഹായം ചെയ്യാം. ഫേവർ മീനിങ് സഹായം. ടു ചേഞ്ച് ദ റൂട്ട് ടു റീച്ച് ദ ലേക്ക് ആൻഡ് ടു മേക്ക് യു മോർ സേഫ്, ഞങ്ങളുടെ റൂട്ട് ചേഞ്ച് ചെയ്തോളാം അല്ലേ, എന്നിട്ട് നിങ്ങളെ സേഫ് ആക്കിക്കോളാം എന്ന് പറയുകയാണ്. ദ കിങ് ഓഫ് മൈസ് താങ്ക്ഡ് ദ ചീഫ് ഓഫ് എലിഫൻസ്. എലികളുടെ രാജാവ് ചീഫ് ഓഫ് എലിഫൻസ് നന്ദി പറഞ്ഞു അല്ലേ. അത് ഈ എലികൾ പറഞ്ഞത് കേട്ടു. ദ ഹേർഡ് ഓഫ് എലിഫൻസ് നെവർ എൻറ്റേർഡ് ദ വില്ലേജ് എനിമോർ. പിന്നീട് ഒരിക്കലും ഈ എലിഫൻറ്റിൻ്റെ കൂട്ടം ആ വില്ലേജിൽ കയറിയിട്ടില്ല. അവർ ആ വാക്ക് പാലിച്ചു, അവരുടെ റൂട്ട് മാറ്റി വേറൊരു വഴി പോയി. ദ ഹേർഡ് ഓഫ് എലിഫൻസ് നെവർ എൻറ്റേർഡ് ദ വില്ലേജ് എനിമോർ. പിന്നീട് ഒരിക്കലും ആ വില്ലേജിൽ കയറിയിട്ടില്ല. ഓക്കെ. ഹെൽപ്പ് മീനിങ് സഹായം, ടൈനി വളരെ ചെറുത്, ലാഫ് ചെയ്യുക ചിരിക്കുക, ഫേവർ സഹായം. After some time, the king of a nearby kingdom thought of increasing the number of elephants in his army. He ordered his soldiers to catch more elephants for their purpose. After some time, കുറച്ച് നാളുകൾക്ക് ശേഷം, the king of a nearby kingdom thought of increasing the number of elephants in his army. അവർ അടുത്ത രാജ്യത്തെ രാജാവ്, കിങ്ഡം മീനിങ് രാജാവ്, എന്ത് തീരുമാനിച്ചു? To increase the thought of increasing the number of
എലിഫൻസ് അവരുടെ ആർമിയിൽ അവരുടെ സൈന്യത്തിൽ എലിഫൻറ്റിൻ്റെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചു. സൈന്യത്തിലെ എലിഫൻറ്റിൻ്റെ എണ്ണം അതെന്ത് വേണം, എലിഫൻസ് വേണം അല്ലേ. ഹി ഓർഡേർഡ് ഹി സോൾജേഴ്സ് ടു ക്യാച്ച് മോർ എലിഫൻസ് ഫോർ ഹിസ് പർപ്പസ്. അപ്പോൾ അദ്ദേഹം ഓർഡർ ചെയ്ത് അദ്ദേഹം പട്ടാളക്കാരെടുത്ത് കൂടുതൽ എലിഫൻസിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കാട്ടിൽ നിന്ന് കൂടുതൽ കൂടുതൽ എലിഫൻസിനെ ആനകളെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. സൈന്യത്തിൽ എലിഫൻസിൻ്റെ എണ്ണം കൂട്ടണം, ആനകളുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞു. ഓക്കെ. After some time, the king of a nearby kingdom meaning രാജ്യം, ചിന്തിച്ചു increasing the number of elephants in his army. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ എലിഫൻസിൻ്റെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചു. He ordered his soldiers to catch more elephants for their purpose. പർപ്പസ് മീനിങ് എന്താണ്, ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് വേണം, കൂടുതൽ എലിഫൻസിനെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പട്ടാളക്കാരെടുത്ത് ഓർഡർ ചെയ്തു അല്ലേ. The king's soldiers saw the herd of elephants near the village and put strong net to trap them. The elephants got trapped. They struggled hard to free themselves but in vain. Okay, the king's soldiers saw the herd of elephants near the village. ഈ രാജാവിൻ്റെ പട്ടാളക്കാർ എന്ത് കണ്ടു, ഈ ആനകളുടെ കൂട്ടത്തെ കണ്ടു അല്ലേ, വില്ലേജിനടുത്ത് ഒരു ദിവസം വെള്ളം കുടിക്കാനൊക്കെ വരുന്ന കണ്ടു. ആൻഡ് പുട്ട് സ്ട്രോങ് നെറ്റ് ടു ട്രാപ്പ് ദം. അവരെന്ത് ചെയ്തു, നല്ല സ്ട്രോങ് ആയ നെറ്റിട്ടു അവരെ ട്രാപ്പ് ചെയ്യാൻ, ഈ കെണിയിൽപ്പെടുത്താനായിട്ട് നെറ്റിട്ടു. ദ എലിഫൻസ് ഗോ ട്രാപ്ഡ്. എലിഫൻസ് അതിനകത്ത് വീണു. ദ സ്ട്രഗിൾ ഹാർഡ് ടു ഫ്രീസ് ദംസെൽസ് ബട്ട് ഇൻ വെയിൻ. അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും ആ നെറ്റ് പൊട്ടിച്ച് ഇറങ്ങാനായിട്ട്, പക്ഷേ ബട്ട് ഇൻ വെയിൻ, പക്ഷെ നടന്നില്ല. They struggled hard to free themselves but in vain. അവർ ആ നെറ്റ് പൊട്ടിച്ചിറങ്ങാനായിട്ട് സ്ട്രഗിൾ ചെയ്യുക, കഷ്ടപ്പെട്ടു, പക്ഷേ വെറുതെ ആയിപ്പോയി. ഇൻ വെയിൻ മീനിങ് വിത്തൗട്ട് സക്സസ് എന്നാണ് ഇൻ വെയിൻ, വെറുതെ ആയി, അവർ വിജയിച്ചില്ല. Suddenly the chief of elephants remembered the promise of the king of mice, who had earlier talked about helping the elephants when needed. So he trumpeted loudly to call the king of mice. The king of mice rushed to the spot and found the elephants trapped in thick net. Okay, suddenly meaning pettannu alle, quickly, suddenly pettannu the chief of elephants remembered the promise of the king of mice. ആ എലിഫൻറ്റിൻ്റെ ചീഫ് റിമെമ്പർ ചെയ്യുക, ഓർമ്മിച്ചു. എന്താണ് റിമെമ്പർ ചെയ്യുക, ഓർമ്മിച്ചു. എന്താണ്, ദ പ്രോമിസ് ഓഫ് ദ കിങ് ഓഫ് മൈസ്. ആ എലികളുടെ രാജാവ് പറഞ്ഞ വാഗ്ദാനം, പ്രോമിസ് അല്ലേ, ഒരു പ്രോമിസ് ചെയ്തു, വാഗ്ദാനം ഓർമ്മിച്ചു. ഹു ഹാഡ് ഏർലിയർ ടാക്ട് അബൌട്ട് ഹെൽപ്പിംഗ് ദ എലിഫൻറ്റ്സ് വെൻ നീഡഡ്. അവർ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ചീഫ് ഓഫ് എലിഫൻറ്റ് ഓർത്തു. സോ ഹി ട്രംപ്റ്റഡ് ലൗഡ്ലി ടു കാൾ ദ കിങ് ഓഫ് മൈസ്. ട്രംപ്റ്റഡ് എന്ന് വെച്ചാൽ ആന ചിഹ്നം വിളിക്കുന്നതിനാണ് ട്രംപ്റ്റഡ് എന്ന് പറയുക. സോ ഹി ട്രംപ്റ്റഡ് ലൗഡ്ലി, ഉറക്കെ ചിഹ്നം വിളിച്ചു, ടു കാൾ ദ കിങ് ഓഫ് മൈസ്. ആ മൈസിനെ എലികളുടെ രാജാവിനെ വിളിക്കാനായിട്ട് ഉറക്കെ ചിഹ്നം വിളിച്ചു. ദ കിങ് ഓഫ് മൈസ് റഷ്ഡ് ടു ദ സ്പോട്ട് ആൻഡ് ഫൗണ്ട് ദ എലിഫൻറ്റ്സ് ട്രാപ്ഡ് ഇൻ തിക്ക് നെറ്റ്. ഓക്കെ, ഈ കിങ് ഓഫ് മൈസ് എലികളുടെ രാജാവ് റഷ് ടു ദ സ്പോട്ട്, ആനകളുടെ ചിഹ്നം വിളിയിട്ട് അവർ ഓടി വന്നു. ആൻഡ് ഫൗണ്ട് ദ എലിഫൻറ്റ്സ് ട്രാപ്ഡ് ഇൻ തിക്ക് നെറ്റ്. അവരെന്ത് കണ്ടു, എലിഫൻറ്റ്സ് ആ വലിയ നെറ്റിനകത്ത് ട്രാപ്പായി കിടക്കുന്നത് കണ്ടു അല്ലേ, അവരിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. ഓക്കെ, ഹി കാൾഡ് ദ മൈസ്